ന്യൂക്ലിയർ ഫ്യൂഷന് ജസ്റ്റ് ഓപ്പോസിറ്റായിട്ടുള്ള ന്യൂക്ലിയർ ഫിഷന് ജസ്റ്റ് ഓപ്പോസിറ്റായിട്ടുള്ള വേറെ അതുപോലെ തന്നെ നടക്കുന്ന വേറൊരു പ്രോസസ്സാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ്. ജസ്റ്റ് ഓപ്പോസിറ്റ് ഞാൻ പറയാൻ കാരണം കഴിഞ്ഞ വീഡിയോയിൽ ന്യൂക്ലിയർ ഫിഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തത് എങ്ങനെയാണ്, ഒരു ന്യൂക്ലിയസിൻ്റെ മുകളിൽ ഹെവി ന്യൂക്ലിയസിൻ്റെ മുകളിൽ ഒരു സ്ലോ ന്യൂട്രോൺ വന്നിട്ട് ഹിറ്റ് ചെയ്യുമ്പോൾ എന്തായിട്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവുകയാണ് അല്ലേ. ഒരു ന്യൂട്രോൺ വന്നിട്ട് ഒരു ന്യൂട്രോൺ വന്നിട്ട് ഹിറ്റ് ചെയ്യുമ്പോൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവുകയാണ്. അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കുന്നത് നമ്മുടെ ബൈൻഡിങ് എനർജി കർവിൽ ഏകദേശം ഈ ഭാഗത്തുള്ള ആൾക്കാരാണ്. അവിടെ ബിലോ 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഈ സൈഡിലുള്ള ആൾക്കാരാണ് എന്ത് നടത്തുന്നത്, ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കുന്നത്. അപ്പോൾ ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ ഫ്യൂഷൻ ഈസ് ദ ഫിനോമിനൻ ഓഫ് 2 or more ലൈറ്റർ ന്യൂക്ലിയൈ ടു ഫോം എ സിംഗിൾ ഹെവി ന്യൂക്ലിയസ്. 2 ലൈറ്റർ ന്യൂക്ലിയൈ ബിലോ 30 മാസ് നമ്പറുള്ള അറ്റോമിക് മാസിലുള്ള ആൾക്കാർ 2 ലൈറ്റർ ന്യൂക്ലിയൈ എന്താവാണ് കൂടിച്ചേർന്നിട്ട് ഹെവി ന്യൂക്ലിയസ് ആയിട്ട് മാറാണ്. അങ്ങനെ 2 ലൈറ്റർ ന്യൂക്ലിയൈ കൂടിച്ചേർന്ന് ഹെവി ന്യൂക്ലിയസ് ആകുമ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, എനർജി ലിബറേറ്റ് ചെയ്യുന്നുണ്ട്. ദ മാസ് ഓഫ് ദ പ്രൊഡക്റ്റ് ന്യൂക്ലിയസ് ഈസ് സ്ലൈറ്റ്ലി ലെസ് ദാൻ ദ സം ഓഫ് ദ മാസസ് ഓഫ് ദ ലൈറ്റർ ന്യൂക്ലിയൈ ഫ്യൂസ് ടുഗദർ. ഏതൊക്കെ 2 ലൈറ്റർ ന്യൂക്ലിയൈ ആണോ ഫ്യൂസ് ചെയ്യണത് അതിൻ്റെ ടോട്ടൽ മാസിനേക്കാളും കുറച്ച് കുറവായിരിക്കും അതിൻ്റെ ടോട്ടൽ മാസിനേക്കാളും കുറച്ച് പേർക്കും ഇവർ ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന മാസ് എന്ന് പറയുന്നത് മാസ് ഓഫ് അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഡിസ്കസ് ചെയ്ത മാസ് ഡിഫക്റ്റ് പോലെ തന്നെയാണ് ഈ സംഭവം എന്ന് പറയുന്നത്. ദ മാസ് ഓഫ് ദ പ്രൊഡക്റ്റ് ന്യൂക്ലിയസ് ഈസ് സ്ലൈറ്റ്ലി ലെസ് ദാൻ, അതായത് ഉണ്ടാവുന്ന പ്രൊഡക്റ്റ് ന്യൂക്ലിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കുറവായിരിക്കും അതിൻ്റെ ആക്ച്വൽ മാസിനേക്കാളും. ഓക്കെ, അതായത് 10 ആണെങ്കിൽ അപ്പോൾ 2 ന്യൂക്ലിയസ് 2നും 10 ആണെങ്കിൽ നമുക്ക് ആക്ച്വലി കിട്ടേണ്ടത് 20 പക്ഷേ ഇവിടെ ഫ്യൂസ് ചെയ്യുമ്പോൾ 18 കിട്ടുന്നുള്ളൂ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഡിസ്കസ് ചെയ്ത പോലെ ആ 2 ആണ് എന്തായിട്ട് എനർജി ആയിട്ട് ലിബറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രോസസ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന കണ്ടീഷൻ എന്നാൽ E=Δmc² ആണ്. അവിടെ Δm ആണ് നമ്മളെ മാസ് ഡിഫക്റ്റ്. കഴിഞ്ഞ വീഡിയോയിൽ മാസ് ഡിഫക്റ്റിനെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, the nuclear fusion takes place under the conditions of very high temperature 10⁻⁷ Kelvin and pressure. 10⁻⁷ Kelvin എന്ന് പറഞ്ഞാൽ ഹൈ ടെമ്പറേച്ചറും ഹൈ പ്രഷറിലുമാണ് ഫ്യൂഷൻ റിയാക്ഷൻ കൂടുതലായിട്ട് നടക്കുക. ഇതൊരു ഫ്യൂഷൻ റിയാക്ഷൻ എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 2 ഹൈഡ്രജൻ കൂടി ചേർന്നിട്ട് ഹീലിയം ആയിട്ട് മാറുക. അവിടെ റിലീസ് ചെയ്യുന്ന എനർജിയാണ് 24 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞ എനർജി. The energy released 24 mega electron volt is the fusion event. For fusion, positively charged nuclei have to come very close to each other. This requires to very high energy to be provided to the fusion nuclei to enable. അതായത് ഫ്യൂഷൻ പ്രോസസ്സിൽ നമ്മൾ ഫ്യൂഷൻ പ്രോസസ്സിൽ 2 പോസിറ്റീവ് ന്യൂക്ലിയൈ ആണ് തൊട്ടടുത്തേക്ക് വരണമെങ്കിൽ അവർക്ക് എന്ത് ഓവർകം ചെയ്യണം, അവരുടെ കുളോം ഫോഴ്സ് ഓവർകം ചെയ്ത് പോകണം അല്ലേ. അങ്ങനെ കുളോം ഫോഴ്സ് ഓവർകം ചെയ്യണമെങ്കിൽ അവർക്ക് ഹൈ എനർജി ആവശ്യമാണ് അല്ലേ. അതാണ് ഇവിടെ പറയണത്. ദം ടു ഓവർകം സ്ട്രോങ് ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൾഷൻ ബിറ്റ്വീൻ ദം. അതായത് 2 പോസിറ്റീവ് ന്യൂക്ലിയൈ ആണ് കൂടിച്ചേരണമെങ്കിൽ അവർക്ക് സ്ട്രോങ് ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൾഷൻ ഓവർകം ചെയ്തിട്ട് അവർക്ക് എന്ത് ചെയ്യണം, അടുത്ത് വന്ന് നിൽക്കണം. അപ്പോൾ അവർക്ക് എത്ര വേണം, അവർക്ക് ഹൈ എനർജിയാണ് അവർക്ക് ആവശ്യം അല്ലേ. അപ്പോൾ ആ ഹൈ എനർജിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, 10⁻⁷ Kelvin എന്ന് പറഞ്ഞാൽ ആ ടെമ്പറേച്ചർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അൺലൈക്ക് ദ ഹൈലി റേഡിയോ ആക്റ്റീവ് ഫിഷൻ ഫ്രാഗ്മെൻറ്റ്സ് ദ എൻഡ് പ്രൊഡക്റ്റ് ഓഫ് ദ ഫ്യൂഷൻ ഓഫ് ഹൈഡ്രജൻ ന്യൂക്ലിയൈ ഈസ് സേഫ്. അതായത് റേഡിയോ ആക്റ്റീവ് ഫിഷൻ, ഹൈലി റേഡിയോ ആക്റ്റീവ് ഫിഷൻ പോലെ തന്നെ ഫ്രാഗ്മെൻറ്റ്സ് ദ ഫ്യൂഷൻ ഫ്രാഗ്മെൻറ്റ്സ് എൻഡ് പ്രൊഡക്റ്റ് ഓഫ് ദ ഫ്യൂഷൻ ഓഫ് ഹൈഡ്രജൻ ന്യൂക്ലിയൈ സേഫ്. അതായത് അതിനുണ്ടാവുന്ന എൻഡ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും, സേഫ് ആയിരിക്കും. അതുപോലെ തന്നെ അൺഫോർച്ചുനേറ്റ്ലി എ സസ്റ്റെയിൻഡ് ആൻഡ് കൺട്രോളബിൾ ഫ്യൂഷൻ റിയാക്ടർ ക്യാൻ ഡെലിവർ എ നെറ്റ് പവർ ഔട്ട്പുട്ട് നോട്ട് ടു യെറ്റ് എ റിയാലിറ്റി. അതായത് കൺട്രോളബിൾ ഫ്യൂഷൻ റിയാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു നെറ്റ് പവർ ഔട്ട്പുട്ട്, നല്ലൊരു പവർ ഔട്ട്പുട്ട് എന്ത് കൊടുക്കാൻ പറ്റും, നമ്മളുടെ ഒരു സസ്റ്റൈൻഡ് ആയിട്ട് കൊണ്ടുവന്ന ഒരു ഫ്യൂഷൻ റിയാക്ടറിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇനി എന്തൊക്കെയാണ് ഫ്യൂഷൻ റിയാക്ടറിൽ
കൊടുക്കുക എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ ന്യൂക്ലിയർ റിയാക്ടറിൽ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ന്യൂക്ലിയർ റിയാക്ടറിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ്. ഫ്യൂവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ഫിഷണബിൾ മെറ്റീരിയലാണ്. അത് ഫിഷൻ നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ഫിഷണബിൾ മെറ്റീരിയലാണ് അവിടെ ഫ്യൂവൽ എന്ന് പറയുന്നത്. കോമൺലി യൂസ്ഡ് മെറ്റീരിയൽ യുറേനിയം 238, എൻറിച്ച്ഡ് യുറേനിയം 235, പ്ലൂട്ടോണിയം എന്ന് പറഞ്ഞ ആൾക്കാരേനൊക്കെയാണ് എന്തായിട്ട് യൂസ് ചെയ്യാം, ഫ്യൂവലായിട്ട് യൂസ് ചെയ്യാം. ന്യൂക്ലിയർ റിയാക്ടറിൻ്റെ ഫ്യൂവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതിന് വേണ്ട അത് ഫിഷൻ ചെയ്യാൻ, അതായത് ചെയിൻ റിയാക്ഷൻ നടക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരാണ്. ഇനി മോഡറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, ദ ന്യൂട്രോൺ റിലീസ്ഡ് ഇൻ എ ഫിഷൻ ഹാവ് ഹൈ കൈനറ്റിക് എനർജി. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, സച്ച് ന്യൂട്രോൺസ് കനോട്ട് ട്രിഗർ ദ ഫിഷൻ ഓഫ് യുറേനിയം 235 ആൻഡ് ഹാവ് എ ഹൈ ചാൻസ് ടു ബീയിങ് ക്യാപ്ചേർഡ് ബൈ യുറേനിയം 238 വിച്ച് ഈസ് നോട്ട് ഫിഷണബിൾ. യുറേനിയം 238 എന്ന് പറഞ്ഞാൽ ആ സാധനം ഫിഷണബിൾ അല്ല. അപ്പോൾ ഹൈ കൈനറ്റിക് എനർജി ആണെങ്കിൽ ഇവരെന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്, 238നെ ക്യാപ്ചർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് നടക്കില്ല, സസ്റ്റൈൻഡ് ആയിട്ടുള്ള റിയാക്ഷൻ നടക്കില്ല. ദെയർഫോർ നെസസറി ടു യൂസ് മോഡറേറ്റേഴ്സ് ടു സ്ലോ ഡൗൺ ദ ന്യൂട്രോൺസ്. അതായത് ഹൈ കൈനറ്റിക് എനർജി ആണെങ്കിൽ ഇവർ നല്ല ഫാസ്റ്റിൽ മൂവ് ചെയ്യുമ്പോൾ ആരേനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല, യുറേനിയം 235നെ ക്യാപ്ചർ ചെയ്യാണ്ട് ഇവർ 238നെ ക്യാപ്ചർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ടുള്ള റിയാക്ഷൻ കിട്ടില്ല. അതുകൊണ്ട് ഇവരെ സ്ലോ ചെയ്യണം. ആ സ്ലോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, മോഡറേറ്റ് യൂസ് ചെയ്യുന്നത്. ഗ്രാഫൈറ്റ് ആണ് കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മോഡറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ കൂളൻ്റ്, കൺട്രോൾ റോഡ്സ്, ഷീൽഡ്. കൂളൻ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, എ ലാർജ് പാർട്ട് ഓഫ് എനർജി റിലീസ്ഡ് ഇൻസൈഡ് എ റിയാക്ടർ ഇസ് ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്, എയർ, വാട്ടർ ഓർ കാർബൺ ഡൈ ഓക്സൈഡ് ആർ യൂസ്ഡ് ആസ് കൂളൻ്റ് ടു റിമൂവ് ദ ഹീറ്റ്. അതായത് ഹൈ എമൗണ്ട് ഓഫ് എനർജി ഹീറ്റായിട്ട് റിലീസ് ചെയ്യുമ്പോൾ അതിനെ കൂളൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എയർ, വാട്ടർ, കാർബൺ ഡൈ ഓക്സൈഡ് ഇങ്ങനത്തെ ആൾക്കാരിനൊക്കെ എന്തിന് യൂസ് ചെയ്യുന്നത്, കൂളൻ്റായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി കൺട്രോൾ റോഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, കാഡ്മിയം ഈസ് ദ വെരി ഗുഡ് അബ്സോർബർ ഓഫ് ന്യൂട്രോൺസ്. Cadmium rods are used to control the rate of fission and also to shut down the reactor in the case of emergency. അതായത് കൺട്രോൾ റോഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫിഷൻ റിയാക്ഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ അവിടെ യൂസ് ചെയ്യുന്നത് കാഡ്മിയാണ്. ഈ ന്യൂട്രോൺസിനെ അബ്സോർബ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് നടക്കില്ല, അവിടെ റിയാക്ഷൻ നടക്കാതിരിക്കും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സമയത്ത് റിയാക്ഷൻ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൺട്രോൾ റോഡ്സ് യൂസ് ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ ഷീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, വേരിയസ് റേഡിയേഷൻസ് ആർ എമിറ്റഡ് ഫ്രം ദ റിയാക്ടർ വിച്ച് ആർ ഇൻജൂറിയസ് ടു ദ പേഴ്സൺ വർക്കിംഗ് നിയർ ഇറ്റ്. For their protection, the reactor core is surrounded by a radiation shield in the form of a thick concrete well. ഇതിനാണെന്ന് നമ്മൾ പറയുന്നത് ഷീൽഡ്. അതായത് ആ ന്യൂക്ലിയർ റിയാക്ടറിൻ്റെ തൊട്ടടുത്ത് നിന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ചില റേഡിയേഷൻസ് വളരെ ഹാംഫുള്ളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒരു ഷീൽഡ്, ആ മൊത്തം റേഡിയേഷൻ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആ റിയാക്ടറിനെ ഒരു ഷീൽഡ് വെച്ച് കവർ ചെയ്യുന്നുണ്ട്. ഇതിനാണ് നമ്മൾ ഷീൽഡ് എന്ന് പറയുന്നത്. ഇത്രയാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ്. ഓക്കെ, അപ്പോൾ ഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഷന് ജസ്റ്റ് ഓപ്പോസിറ്റാണ്. രണ്ട് ലൈറ്റർ ന്യൂക്ലിയസ് ചേർന്നിട്ട് ഒരു ഹെവി ന്യൂക്ലിയസ് ആയിട്ട് മാറുക. പക്ഷേ ഹെവി ന്യൂക്ലിയസ് ആയിട്ട് മാറുമ്പോൾ അവിടെ E=Δmc² ആണ്. Δm എന്ന് പറയുമ്പോൾ മാസ് ഡിഫക്റ്റ്. അതായത് രണ്ട് ലൈറ്റർ ന്യൂക്ലിയയുടെ ആക്ച്വൽ മാസ് ആവില്ല അവിടെ വരിക, ജസ്റ്റ് ലോ ആയിരിക്കും. ആ ലോ ആവുന്ന ആ മാസ് ഡിഫക്റ്റ് എന്നുള്ള ആ എനർജിയാണ് അവിടെ എന്ത് ചെയ്യുന്നത്, റിലീസ് ചെയ്ത് പോകുന്നത്. ഇത്രയാണ് ഫ്യൂഷൻ പ്രോസസ്സ്. ഓക്കെ.